ഇതിൽ റൊട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു 4 ഇതിനിപ്പോൾ ഉള്ള ഫുഡ്. ഇനി വൈകിട്ട് ഏകദേശം 10-10:30 അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞ് നാളെ കഴിക്കണ്ട ഫുഡ്. ചെറിയ വിശപ്പ്. ഇനി ഇതും കഴിച്ചിട്ട് വേണം ഇനി അടുത്ത ഡ്യൂട്ടിക്ക് കയറാൻ. ചെറിയ പോയി ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. ഇന്ന് ക്ലീനിങ് ഡേ. ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകണം. ഇനി അത് തന്നെ ഇന്നത്തെ പരിപാടി. ഇനി 6:10. ബാക്കി ഫുള്ള് സ്ഥലമൊക്കെ റൗണ്ട് അടിച്ച് കഴിഞ്ഞ് ഫുള്ള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ചെയ്യാൻ പോകണം. കഴുകാൻ പോകണം. അത് ഇന്നത്തെ പരിപാടി. വന്നിട്ടില്ല. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് എടുക്കുമ്പം റെഡിയാവും. അപ്പോഴേ ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് കഴുകണം. അല്ലെങ്കിൽ അവിടെ സ്ഥലം ഇരുട്ടായിട്ട് കിടക്കും ലൈറ്റ് ഓഫ് ചെയ്ത്. ഏകദേശം ഒരു 6:20 ലൈറ്റ് ഫുൾ ഓഫ്. പക്ഷേ ഇരുട്ടായിട്ട് കിടക്കും. ഇവിടെ ഓഫ് ചെയ്യണം. പിന്നെ മെയിൻ സ്വിച്ച് പോയി പമ്പൊന്ന് റെഡിയാക്കി. പമ്പൊന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം റെഡിയായി. കഴുകി ഇറക്കണം. അവിടെ പോയി ഹോസ് വലിച്ച് നീട്ടി വാൾവ് ഓപ്പൺ ചെയ്ത് കഴുകി ഇറക്കണം. ഇത് ഓണാക്കുമ്പോൾ വെള്ളം വരും. വെള്ളം കഴുകി ഇറക്കണം. ഞാൻ അടുത്ത് പോയിട്ട് ഇത് ഓഫ് ചെയ്യണം. പമ്പ് അയ്യോ മെയിൻലി അവിടെ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചില്ല സ്വിച്ച്. അതിൽ വെള്ളം വീണ് എനിക്ക് ഷോർട്ടായ പ്രശ്നമാണ്. ടോട്ടലി ഓഫ് ആക്കും. അതിന് ഓരോ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വെള്ളം ഉണങ്ങുമ്പോൾ ഉണക്കാം. കുഴപ്പമില്ല. ഇത് ഇവിടെ ഇതാണ് തുടയ്ക്കുന്നത്. വൈപ്പർ അടിച്ചങ്ങോട്ട് സെറ്റാക്കി. എല്ലാം സെറ്റായിട്ടുണ്ട് ഗായ്സ്. സെറ്റായിട്ടുണ്ട്. അങ്ങനെല്ലാം സെറ്റാക്കി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് അടിപൊളിയാക്കി സെറ്റാക്കി. ഇനി നേരെ പോവുക ജസ്റ്റ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കുളിക്കുക. ഫുഡ് കഴിച്ചായിരുന്നു. രാത്രി കഴിച്ചായിരുന്നു. കടയിൽ പോകണം. കാർ വരാകുമ്പോൾ ഇന്ന് ഒരു 10-9 മണിയാകുമ്പോൾ ഇന്ന് ഇറങ്ങണം. ഉറങ്ങാൻ സമയമായി. ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം വരണം.
അയ്യോ, കടവരൊന്ന് പോകണം. പണി വന്നു. ഹീറ്റർ ലീക്കായി. ഒരു പണിയാണ്. വീണ്ടും പണി. അയ്യോ, ഇനി കട വരെ പോണം. കഴിക്കണത് വന്നിട്ട് കഴിക്കണം. ഉണ്ടാക്കാൻ ഒരു സമയം എടുക്കും. ഇന്ന് ഇവിടുത്തെ സൈഡിൽ കൂടി ഷോപ്പിൽ ഇപ്പോൾ കട വരെ ഒന്ന് പോകണം. ഒരു സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. ചിക്കനും സ്പ്രിങ്കിളും അങ്ങനത്തെ കുറച്ച് സാധനം. മുള്ളാണത്. ഇത് എന്നാ വഴി, മുള്ളു നിറഞ്ഞ വഴി. തിരിച്ചു വരുമ്പം വീഡിയോ എടുക്കാൻ പറ്റൂല, കൈ നിറച്ച് സാധനം വരികയും. അയ്യോ, ഇവിടെ കൂടെയാണ് ഇറങ്ങുന്ന സ്ഥലം. ജസ്റ്റ് ടഫിങ്. ഇത് ഭയങ്കര അയ്യോ, ഒട്ടിയൊക്കെയാണ് ഇറങ്ങണത്. സ്പൈഡർമാൻ കളിക്കുന്ന സെറ്റായിട്ടുണ്ട്. ഇവിടെ നിറയാൻ കഴിഞ്ഞ് ഇതിനകത്ത് കൂടി വണ്ടിയിൽ വരും, കാറിൽ വരും. ഇവിടെ കൂടി വഴിയില്ല, ആ സൈഡിൽ കൂടി ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ആട്ടിനെ കാണുന്നത് ഇവിടെ. ഇത്രയും അല്ലെങ്കിൽ ഒരു 5-6 കാണിച്ചുള്ളൂ. ചെമ്പരിയാകാം. ആളില്ലേ? സ്വന്തമായിട്ട് നടന്നു ഓർക്കുന്നതാ. അല്ല, എന്താ വഴി ഇതുവഴിയാണ്. അയ്യോ, ശകലം ടഫാണ്. എന്നിട്ടാ വെള്ളം പോകാൻ വേണ്ടി ഇതിനകത്ത് കൂടി നമ്മളവിടെ പോണ പൈപ്പ് ലൈൻ ഉണ്ട്. അയ്യോ, തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും വീഡിയോ എടുക്കാൻ. തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. രണ്ടേലും സാധനം വരികയും കടയിൽ നിന്ന് വരെ എടുക്കാം.
ഇത് കാണാൻ പോകുന്ന സ്ഥലം പക്ഷേ എന്താ ഓഫ് റോഡ് അടിക്കാൻ വണ്ടിയിലല്ല കാലും ഉണ്ട്. അയ്യോ നല്ല രസമാണ്. പക്ഷേ ഇപ്പൊ തണുപ്പാണ്ട് വലിയ അത്ര കുഴപ്പമില്ല. ചൂടാകുമ്പം ഭയങ്കര ചൂടാണ്. ഇവിടെ കൂടിയൊക്കെ തറയുന്ന കൂടി ആവി പറക്കും. നമ്മളെ ബോഡി വേർത്തൊലിക്കും. ഇപ്പൊ തണുപ്പാണ്ട് വെള്ളം ഭയങ്കര ഐസായിരിക്കും. നല്ല വെള്ളം കുളിക്കാൻ പറ്റിയ വെള്ളം. ഇത് പാർക്കാണ്. ഇത് വേറെ ദിവസം വീഡിയോ ഇടാം കേട്ടാ. ഇവിടത്തെ വഴി ഇതാണ്. അയ്യോ കട വരെ ഒന്ന് പോണം. വിശക്കണ്, ഒന്നും കഴിച്ചില്ല. ഏകദേശം ഇവിടെ വരെ മെയിൻ റോഡ് വരെ ഇറങ്ങി. ഏകദേശം അരമണിക്കൂർ അടുപ്പിച്ചാവാറ്. 25 മിനിറ്റായി. അരമണിക്കൂർ റോഡ് വരെ. ഇല്ലായിരുന്നു സംഭവം ഇല്ലായിരുന്നു. ഇത് എനിക്ക് കടയായിട്ട് തുടങ്ങാൻ തോന്നുന്നു. ഇത് രണ്ട് ഞാൻ വന്നതിന് ശേഷം തുടങ്ങിയാണ്. ഞാൻ വന്ന സമയത്ത് മറ്റേ ബേസ്മെൻറ്റിൻ്റെ പരിപാടിയായിരുന്നു. ഞാൻ വന്ന് 2ാമത്തെ മാസം ഇവിടെ പോകുമ്പോൾ ബേസ്മെൻറ്റ് പണിയിട്ടുണ്ടിരുന്നു. അയ്യോ റോഡ് പണി നടക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്തുകൂടാ. നല്ല സമയം എടുത്തു. ഞാൻ വന്ന സമയത്ത് കുഴി തോണ്ടിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു JCB. എന്ന് പറഞ്ഞ് ഞാൻ വന്ന സമയത്ത് കുഴി തോണ്ടിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ബേസ്മെൻറ്റ്. കുറേ ഉണ്ടായിരുന്നു അടിയിൽ. പില്ലർ നിർത്താൻ വേണ്ടി നല്ല താത്ത്. പില്ലറിന് വേണ്ടി നല്ല താത്തായിരുന്നു ഇവിടെ. ഇപ്പം നടക്കാൻ പോണത് വെള്ളം പോകാൻ വേണ്ടിയുള്ള സ്ഥലത്ത് കൂടിയാണ് ഇപ്പം നടക്കാൻ പോണത്. ഹൈവേയുടെ അടിയിൽ ഇത് വെള്ളം പോകാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ്. ഇവിടെ വരാണ് സൂപ്പർ മാർക്കറ്റ്. ഇപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇനി വീഡിയോ എടുക്കാൻ പറ്റൂല. കുറച്ച് സാധനം ഇനി കുറച്ച് സാധനം കൂടി വാങ്ങിക്കുമ്പോൾ തന്നെ കഴിച്ചു പോകും. ഓക്കെയാണ് ബൈ. പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. പോയി കുളിക്കും, ഫുഡ് കഴിക്കണം. ഒന്നും കഴിച്ചില്ല. കൂടുതലുള്ള ഉണ്ടാക്കി ചിക്കനും. പിന്നെ ഞാൻ കടയിൽ പോയപ്പം പൊറോട്ടയും വാങ്ങിച്ചു. हेलो गाइस, आज बनना है चिकन करी और मेरा ब्रदर बहुत शौक से खाता है, बहुत इसको टेस्टी लगता है. आज देखो कितना पराठा खाता है. ഡ്യൂട്ടി കയറാൻ പോണു.
ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.